നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 2023 ഡിസംബർ 27 ബുധനാഴ്ച. നക്ഷത്രം തിരുവാതിര. ചന്ദ്രൻ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു. ഇനി ഓരോ രാശിക്കാർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. മേടം രാശി. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇന്നത്തെ ദിവസം ഊർജ്ജസ്വലതയുടെയും കർമ്മോത്സുകതയുടെയും ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ സജീവമായി തങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതായി കാണാം. പ്രത്യേകമായൊരു ബുദ്ധിശക്തി അല്ലെങ്കിൽ പ്രായോഗിക ശക്തി, ക്രിയാത്മക ശക്തി എന്നിവരുടെ കർമ്മമേഖലയെ ഭരിക്കും. അത് സാമ്പത്തികമായ നേട്ടങ്ങൾ ഭാവിയിൽ ഉണ്ടാകുന്നതിൻ്റെ സൂചനയാണ്, പ്രത്യേകിച്ചും കർമ്മമേഖലയിൽ നിന്ന്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പൊതുവെ ഗുണകരം തന്നെയാണ്. ഇവർക്ക് യാത്ര കൊണ്ട് ഗുണം കാണുന്നു. ബന്ധുമിത്രാദികളുമായും സുഹൃത്തുക്കളുമായും നല്ല രീതിയിൽ ഇടപഴകുകയും ചെയ്യുന്നു. പൊതുവെ ഗുണകരം. ഇടവം രാശി. കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ചില വിട്ടുവീഴ്ചകൾക്ക് വിധേയമായാൽ കൂടുതൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. എന്നാൽ സ്വന്തം വാശിയോ ഈഗോയോ പ്രകടിപ്പിച്ചാൽ ചിലപ്പോൾ വാക്കുകളും പ്രവർത്തനങ്ങളും മറ്റുള്ളവരെ അലോസരപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രവർത്തനങ്ങളെ അത് ബാധിക്കാം. സാമ്പത്തികമായ കാര്യങ്ങളിലും അത് ബാധിക്കാം. എന്നാൽ പൊതുവെ സാമ്പത്തിക കാര്യത്തിൽ മറ്റിടങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് ധനസഹായം വരുന്നതുകൊണ്ട് ദോഷമല്ല. പ്രവർത്തനങ്ങളെ നന്നായി കൊണ്ടുപോകാൻ വാക്കും പ്രവൃത്തിയും ശ്രദ്ധിക്കുക. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ധനം ഇന്നിവരുടെ കൂടെ തന്നെ ഉണ്ടാകും. ധനപരമായ കാര്യങ്ങളിൽ ഇവർക്കിന്ന് വളരെ വലിയ ആശയ്ക്ക് വക നൽകുന്നുണ്ട്. പ്രവർത്തനങ്ങളിലും നല്ല രീതിയിൽ ഇവർക്കിന്ന് മികവ് പ്രകടിപ്പിക്കാൻ സാധിക്കും. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സന്തോഷം തോന്നുന്ന ദിവസമാണെന്ന്. അത് അവരുടെ മുഖത്തും ശരീരത്തിലും പ്രവർത്തനങ്ങളിലുമെല്ലാം പ്രതിഫലിക്കും. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ സഹവസിക്കാനും മനസ്സിന് സന്തോഷം ലഭിക്കാനും സാധിക്കും. പൊതുവെ ഗുണകരം മിഥുനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. കർക്കിടകം രാശി. പുണർതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കിടകം രാശിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്ന് അല്പം വ്യതിചലിക്കേണ്ടി വരുമെന്ന് കാണുന്നു. യാത്ര ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. അതുപോലെ ചിലവ് കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥ, നിയന്ത്രണ വിധേയമാകാത്ത രീതിയിൽ ചിലവ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ നിയന്ത്രിക്കുക. സാമ്പത്തികമായി ഇടപെടുന്ന കാര്യത്തിലും ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കുക. അതുപോലെ ഇഷ്ടപ്പെടാത്ത വ്യക്തികളുമായി സഹകരിക്കേണ്ടി വന്നേക്കാം. സൂക്ഷിക്കുക. വളരെ ഇടപെട്ട് വളരെ ഏകാഗ്രതയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗമാണ് ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും ഗുണകരമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിലും കുടുംബത്തിൽ ഉണ്ടായിരുന്ന ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ മാറി അവരുമായി നല്ല രീതിയിൽ ഇടപഴകുന്ന കാര്യത്തിലും ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഹവസിക്കുന്ന കാര്യത്തിലും ജ്യേഷ്ഠ കാരണവന്മാരിൽ നിന്നും തങ്ങൾക്ക് സഹായം കിട്ടുന്ന കാര്യത്തിലുമൊക്കെ ഇന്ന് ഗുണകരമാണ്. ലോട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ഇവർക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുവെ ഗുണകരം. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ വ്യാപരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് പ്രവർത്തന മേഖല കൂടുതൽ സജീവമാകും. അത് അവർക്ക് പൊതുവെ അവരുടെ ഒരു വ്യക്തിത്വം ഇന്ന് കർമ്മമേഖലയിൽ കൂടുതൽ ശോഭിപ്പിക്കാൻ സാധിക്കും. അത് സാമ്പത്തികത്തിൻ്റെ ഉന്നതമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ് ഇന്നത്തെ ദിവസം. യാത്ര ഗുണകരമായിട്ട് കാണുന്നു. ഏറ്റവും അടുത്ത വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള കൂട്ടുപങ്കാളിത്തത്തോടുള്ള പ്രവർത്തനങ്ങളും വിജയകരമാകും. തുലാം രാശി. ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ഭാഗ്യത്തിന് ചെറിയ തടസ്സം കാണുന്നു. പ്രത്യേകിച്ചും കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലോ അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകുന്ന കാര്യത്തിലോ ഒക്കെ ബന്ധപ്പെട്ട് യാത്രയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചില നെഗറ്റീവ് വാർത്തകൾ ഉണ്ടാകാം. എന്നാൽ അതിലൊട്ടും ആലസ്യപ്പെടേണ്ട കാര്യമില്ല. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതെല്ലാം തന്നെ ശുഭകരമായി മാറും എന്നതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. സാമ്പത്തികമായിട്ട് വലിയ ദോഷം വരുന്നില്ലെങ്കിലും പ്രവർത്തനങ്ങളിലും പിതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും ചെറിയ അവശതകളുണ്ട്. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമരാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്വാസകോശ സംബന്ധമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശാരീരിക ദൗർബല്യമോ ഇന്നുണ്ടാകാനുള്ള സാധ്യത. അത് പ്രവർത്തനങ്ങളെ ബാധിക്കാം. മറ്റൊരു ദിവസത്തേക്ക് അത് മാറ്റിവയ്ക്കാം. എന്നാൽ വർത്തക പ്രമാണിമാർക്ക് ലഭിക്കുന്നത് പോലെ അനവസരത്തിൽ എന്നാൽ അപ്രതീക്ഷിതമായി ധാരാളം ധനം വന്നു ചേരാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ദോഷമല്ല, എന്നാൽ പ്രവർത്തനങ്ങളിലും യാത്രകളിലുമൊക്കെ മുടക്കം കാണുന്നു. ധനുരാശി.
മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം പൊതുവെ ഗുണകരമാണ്. വിചാരിച്ച കാര്യങ്ങളൊക്കെയും ഏകദേശം സാധിക്കാൻ പറ്റുന്നൊരു ദിവസമാണിന്ന്. സാമ്പത്തികമായി നേട്ടം, യാത്ര കൊണ്ട് ഗുണം, ബന്ധുമിത്രാദികളുമൊത്തുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിജയകരമായ അവസ്ഥ കാണുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഹകരിക്കാൻ സാധിക്കുന്നു. പ്രണയിനിമാർക്കും നല്ലതാണ്. അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്ന ദിവസമാണ്. പൊതുവെ ഗുണകരം. മകരം രാശി. ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ശ്വാസകോശ സംബന്ധമായോ ഉദരസംബന്ധമായോ ഉണ്ടായിരുന്ന അസുഖങ്ങളിൽ നിന്ന് ഒരു മാറ്റം ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാം. ആശ്വാസമാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ സാമ്പത്തികമായ നേട്ടത്തിലും നല്ല ഒരു അവസ്ഥ കാണുന്നുണ്ട്. പൊതുവെ ഇന്നത്തെ ദിവസം കടബാധ്യതയിൽ നിന്ന് മുക്തി ലഭിക്കുന്ന ദിവസമാണ്. തങ്ങൾ അപേക്ഷിച്ചിരുന്ന ലോൺ മുതലായ കാര്യങ്ങൾ ഇന്ന് അനുവദിച്ച് കിട്ടുന്ന ദിവസമാണ്. വീടിൻ്റെ പണി അതൊക്കെ മുടക്കം കിടന്നിരുന്നെങ്കിൽ അത് ചെറുതായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന വാർത്ത കേൾക്കുന്ന ദിവസമാണ്. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിന് ചെറിയൊരു തടസ്സം കാണുന്നുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം. എന്നാൽ അവരുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിൽ ദോഷമൊന്നും കാണുന്നില്ല. സാമ്പത്തികമായും വലിയ ദോഷം കാണുന്നില്ല. കാര്യങ്ങൾ ഏകദേശമൊക്കെ നടന്നു പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതെല്ലാം മാറും. സാമ്പത്തിക നേട്ടവുമൊക്കെ കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ ചെറിയൊരു മന്ദതയുണ്ടാകാം. എല്ലാം തൊട്ടടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ശുഭകരമായി വരും. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചും ഇന്നത്തെ ദിവസം പ്രവർത്തനങ്ങളിൽ വലിയൊരു പുരോഗതി കാണുന്നില്ല. എന്നാൽ സാമ്പത്തികമായിട്ട് വലിയ ദോഷവും കാണുന്നില്ല. പ്രവർത്തിക്കാതെ ഇരുന്നാൽ പോലും ഇന്നത്തെ ദിവസം ഭാഗ്യം കൊണ്ട് സാമ്പത്തികമായ മേഖല പുഷ്ടിപ്പെടും. എന്നാൽ മാതാവിന് ചെറിയ അവശത കാണുന്നുണ്ട്. അതുപോലെ വീട്ടിൽ ചെറിയ അസ്വാരസ്യങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാം. ചിലപ്പോൾ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാം. വാഹനവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് കാണുന്നു. പൊതുവെ ഭാഗികമായ ഗുണമുണ്ട് ഇന്നത്തെ ദിവസം മീനം രാശിക്കാർക്ക്. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.